ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ജിമിലിക്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. സ്ലിംഗ് ഷോട്ട് മീൻസ് കവണ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കാനായിട്ട് 4 സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റബ്ബറിൻ്റെ ഇങ്ങനത്തെ ഒരു സാധനം വേണം. ഇത് നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ അടുത്തത് ഒരു പൗച്ചാണ്. ഈ പൗച്ച് നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ കല്ല് വെക്കുന്ന പൗച്ചാണിത്. പിന്നെ അടുത്തത് അതിൻ്റെ സ്റ്റെമ്മാണ്. ഇതാണ് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുന്നത്. ഇത് കയ്യിലിങ്ങനെ ഇതൊക്കെ ആക്കിയാണ്ട് കയ്യിലിങ്ങനെ പിടിക്കുന്നതാണിത്. പിന്നെ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ള റബ്ബറാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ റബ്ബർ കൊണ്ട് ഇങ്ങനെ നല്ല ടൈറ്റാക്കി കെട്ടണം, അല്ലെങ്കിൽ അത് ഊരി പോരും. നമ്മളിങ്ങനെ ടൈറ്റാക്കി ഒന്ന് കെട്ടണം. ഇതേമാതിരിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ല ടൈറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ വലിച്ചു വിടുന്ന സമയത്ത് ഇത് അതിൻ്റെ റബ്ബർ പറഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം കെട്ടാൻ. അപ്പം ഇതിന് പകരം ടൈയും കെട്ടുന്നതാണ്. പക്ഷെ നമ്മളിപ്പം റബ്ബറിൻ്റെയാണ് ചെയ്യുന്നത്, ടൈ കെട്ടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈ കൊണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളിത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ അടുത്ത സ്റ്റെപ്പ് ഇതുമാതിരി തന്നെ നമ്മൾ ഈ സൈഡിലും ഇതുമാതിരി റബ്ബർ ടൈറ്റാക്കി കെട്ടണം. ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ഇങ്ങനെ ചുറ്റി ഇതുപോലെ ആക്കണം നമ്മൾ ഈ കല്ല് വെക്കുന്ന പൗച്ചിൽ ഈ 2 ഹോളിലൂടെ ഈ 2 റബ്ബറും 2 ഹോളിലൂടെ കയറ്റണം. ഒന്ന് ഇതിലൂടെ കയറ്റണം. അപ്പോൾ ഗൈസ് നമ്മളിത് രണ്ടും റബ്ബർ കൊണ്ട് ടൈറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഈക്വൽ ആവണം. ഇതുപോലെ കത്രിക കൊണ്ട് നമ്മൾ വെട്ടിയിട്ട് ഈക്വൽ ആക്കണം. ഗൈസ്, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പൗച്ചിൻ്റെ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റാണ് നമ്മൾ. പിന്നെ ഈ ട്യൂബ് കത്രിക കൊണ്ട് വെട്ടുന്ന സമയത്ത് അറിയാതെ കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പൊട്ടിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് അടുത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടും. നമ്മൾ ഇവിടെ കെട്ടിയ മേലെ തന്നെ ആ റബ്ബർ വെച്ച് ഇവിടെ കെട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡും ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പാണ് ഇപ്പം ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ റബ്ബർ കൊണ്ട് ഇങ്ങനെ ടൈറ്റാക്കി കെട്ടണം. പിന്നെ നമ്മൾ മോട്ടോർ സൈക്കിളിൻ്റെ ട്യൂബ് കൊണ്ടാണ് നമ്മളിപ്പം ഇത് കെട്ടുന്നത്. മോട്ടോർ സൈക്കിളിൻ്റെ ട്യൂബ് എടുക്കുന്നവർക്ക് അതും എടുക്കാവുന്നതാണ്. പക്ഷേ മോട്ടോർ സൈക്കിളിൻ്റെ ട്യൂബിനെക്കാട്ടിയും ബെസ്റ്റ് സൈക്കിളിൻ്റെ ട്യൂബായിരിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ രണ്ടാമത്തേതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ഹോളിൽ കൂടെ ഇത് റബ്ബർ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ്. അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മളെ സ്ലിംഗ് ഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ടെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമുക്കിത് പുറത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്യാം ഗൈസ്. നമ്മളെ ഗ്രാനൈന് ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അതാണ് നമ്മളെ ടാർഗറ്റ്. നമ്മൾ അടിക്കാൻ പോവാണ് ഗൈസ്. ഇത് മിസ്സായി പോയി. ഈ സെക്കൻഡ് ചാൻസ് ആണ്. മിസ്. പിന്നെ ഗൈസ്, നമ്മൾ എപ്പോഴും
കല്ലെടുക്കുന്ന സമയത്ത് റൗണ്ടിലുള്ള കല്ലെടുക്കണം. ഇതിപ്പോ പോയത് അടുത്ത് കൂടാണ്. നമ്മളെ ഇതിന് മുന്നത്തെ ഷോട്ടിൽ അത് കുപ്പി ഇളകി, പക്ഷെ വീണിട്ടില്ല. അടുത്ത ഷോട്ടാണ്. അപ്പൊ ഗൈസ്, നമ്മള് സ്ലിം ഷോട്ട് ഉണ്ടാക്കിയ ഒരു വട്ടം ആ ടാർഗറ്റിൽ കൊളിക്ക് ചെയ്ത സ്ഥിതിക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അപ്പം ഇന്നത്തെ പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ബൈ.